നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആന്റി ബേണമിന്റെ നേതൃത്വ ശൈലി സോഷ്യൽ മീഡിയ കേന്ദ്രീകൃതവും വേഗത്തിലുള്ള ജനകീയ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടതിനാൽ കെയർ സ്റ്റാർമറിൽ നിന്നും വ്യത്യസ്തമാകുന്നു. പരമ്പരാഗത മാധ്യമ അഭിമുഖങ്ങളെക്കാൾ സോഷ്യൽ മീഡിയയ്ക്ക് മുൻഗണന നൽകുന്ന ബേണം റെഡിറ്റ് ചോദ്യോത്തരങ്ങൾ, ടിക്ടോക്ക് താരങ്ങളുമായി പ്രത്യക്ഷപ്പെടലുകൾ, പൊതുജനങ്ങളുടെ എക്സ്പോസ്റ്റുകൾക്ക് നേരിട്ടുള്ള മറുപടികൾ എന്നിവയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. സ്റ്റാമർ പരമ്പരാഗത മാധ്യമങ്ങളെ സ്വാധീനം അംഗീകരിച്ച് സ്ഥിരമായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നുവെന്ന് വിലയിരുത്തൽ. ബ്രിട്ടീഷ് സർക്കാർ ബഡ്ജറ്റിൽ കടുത്ത സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പ്രമുഖ സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് ഇറാൻ യുദ്ധത്തെ തുടർന്ന് എണ്ണവിലയും പണപ്പെരുപ്പവും ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. പൊതുസേവനങ്ങളും സാമൂഹ്യക്ഷേമ പദ്ധതികളും നിലവിലെ മൂല്യത്തിൽ നിലനിർത്താൻ ധനമന്ത്രി ജോൺ ഹാലി അധികമായി 24 ബില്യൺ പൗണ്ട് കണ്ടെത്തേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇംഗ്ലണ്ടിലെ ശരാശരി ആയുസ് റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും വടക്കൻ തെക്കൻ മേഖലകളിലെ ആരോഗ്യ അസമത്വം കൂടുതൽ രൂക്ഷമായതായി കിങ്സ് ഫണ്ട് റിപ്പോർട്ട്. ഹൃദ്രോഗം, ക്യാൻസർ, ആത്മഹത്യ, മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മരണങ്ങൾ എന്നിവ വടക്കൻ പ്രദേശങ്ങളിൽ വർദ്ധിക്കുന്നു. ആരോഗ്യ അസമത്വം പകുതിയായി കുറയ്ക്കുമെന്ന സർക്കാരിന്റെ 10 വർഷത്തെ NHS ലക്ഷ്യം നിലവിലെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമല്ലെന്ന് വിലയിരുത്തൽ. തൊഴിൽ സുരക്ഷ, ന്യായമായ വേതനം, ഭവനം, ശുദ്ധവായു, ഗതാഗതം, ആരോഗ്യകരമായ ഭക്ഷണം എന്നിവ മെച്ചപ്പെടുത്തുന്ന സമഗ്ര നടപടികളില്ലാതെ ഈ അസമത്വം കുറയ്ക്കാനാകില്ലെന്നും റിപ്പോർട്ടിലെ മുന്നറിയിപ്പ്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൗദി അറേബ്യ സംയുക്ത ആക്രമണം. കിഴക്കൻ ഇറാഖിലെ ഭീകരരുടെ ഒട്ടേറെ ആയുധപ്പുരകളും സംഭരണ കേന്ദ്രങ്ങളും US-ന്റെയും സൗദിയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചെന്ന് US സെൻട്രൽ കമാൻഡ്. IRGC നിർദ്ദേശപ്രകാരം ഇറാഖി സായുധ സംഘങ്ങൾ 72 മണിക്കൂറിനിടെ നടത്തിയ 30-ലേറെ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയെന്ന് US സെൻട്രൽ കമാൻഡ്. തുടർ ആക്രമണം വേണ്ടെങ്കിൽ IRGCയും അവരുടെ ഭീകര നിഴൽ സംഘങ്ങളും ആക്രമണം ഉടൻ അവസാനിപ്പിക്കാൻ താക്കീത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം. ജോർദാനിൽ ഇറാൻ വ്യോമാക്രമണം നടത്തി. ജോർദാൻ സൈന്യം 5 ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജോർദാനിലെ അമേരിക്കൻ താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ സൈന്യം ഇറാനിൽ വ്യോമാക്രമണം നടത്തി. നയതന്ത്ര ചർച്ചകൾക്ക് അവസരമൊരുക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞയാഴ്ച ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷമുള്ള ആദ്യ അമേരിക്കൻ ആക്രമണം. SDPI നേതാക്കളുടെ നാടുകടത്തൽ ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഫിറോസ് അബ്ദുൽ വഹാബ് ഖാൻ, മുഹമ്മദ് റഫി, ഗുലാൻ റസൂൽ അൻസാരി എന്നിവരെ നാടുകടത്താനുള്ള ഉത്തരവാണ് റദ്ദാക്കിയത്. FIR-കൾ വ്യക്തികൾക്കോ പൊതുസ്വത്തിനോ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സൂചനയില്ലെന്നും കോടതി. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മൗലികാവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ കഴിയില്ലെന്നും ബാബറി മസ്ജിദിനെ കുറിച്ച് പറയുന്നത് കുറ്റമല്ലെന്നും കോടതി. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ ലോഹ പെല്ലറ്റുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന ഡൽഹി പോലീസിന്റെ വാദം പൊളിയുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നയാളുടെ ശരീരത്തിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെടുത്തതായി റിപ്പോർട്ട്. പ്രതിഷേധക്കാർക്കു നേരെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന സുരക്ഷാ ഏജൻസികളുടെയും കേന്ദ്ര സർക്കാരിന്റെയും വാദങ്ങൾ നിലനിൽക്കെയാണ് പരിക്കേറ്റ ഷേഖ് ഇർഷാൻ മൻസൂരിയുടെ ശരീരത്തിൽ നിന്നും ലോഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി VD സതീശനെ ക്ലീൻ ചിറ്റ്. VD സതീശനെതിരെ തെളിവില്ലെന്നും അന്വേഷണം അവസാനിപ്പിച്ചതായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയെന്നും അതിനാൽ സതീശനെതിരെ നിലവിലെ സാഹചര്യത്തിൽ കേസില്ലെന്നും രമേശ് ചെന്നിത്തല. സതീശനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ. എറണാകുളം ആസ്ഥാനമായ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം വഴിയാണ് പണം എത്തിയതെന്നും എന്നാൽ അതിൽ സതീശന് പങ്കുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട്. PSC കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. SITക്ക് ലഭിച്ചത് 90 പരീക്ഷകൾ സംബന്ധിച്ച പരാതികൾ. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ കൂടുതൽ അന്വേഷണത്തിന് SIT തീരുമാനം. PSC ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. ക്രമക്കേടിൽ പങ്കുള്ളവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചുവെന്നും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തുമെന്നും SIT. ആസൂത്രിത ഗൂഢാലോചന നടന്നു എന്ന കണ്ടെത്തൽ SIT. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി ആന്റി ബേണമിന്റെ ആദ്യവാരം മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി താരതമ്യം ചെയ്യുമ്പോൾ നേതൃത്വശൈലിയിൽ വ്യക്തമായ മാറ്റം പ്രകടമായതായി രാഷ്ട്രീയ നിരീക്ഷണം. പരമ്പരാഗത മാധ്യമ അഭിമുഖങ്ങളെക്കാൾ സോഷ്യൽ മീഡിയയ്ക്ക് മുൻഗണന നൽകുന്ന ബേണം റെഡിറ്റ് ചോദ്യോത്തരങ്ങൾ, ടിക്ടോക്ക് താരങ്ങളുമായുള്ള പ്രത്യക്ഷപ്പെടലുകൾ, പൊതുജനങ്ങളുടെ എക്സ്പോസ്റ്റുകൾക്ക് നേരിട്ടുള്ള മറുപടികൾ എന്നിവയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത്. പ്രധാനമന്ത്രി ആന്റി ബേണമിന്റെ ആദ്യവാരത്തിൽ പരമ്പരാഗത മാധ്യമ അഭിമുഖങ്ങളെക്കാൾ സോഷ്യൽ മീഡിയയ്ക്ക് മുൻഗണന നൽകുന്ന ബേണം റെഡിറ്റ് ചോദ്യോത്തരങ്ങൾ, ടിക്ടോക്ക് താരങ്ങളുമായുള്ള പ്രത്യക്ഷപ്പെടലുകൾ, പൊതുജനങ്ങളുടെ എക്സ്പോസ്റ്റുകൾ, നേരിട്ടുള്ള മറുപടികൾ എന്നിവ കൂടുതൽ ജനശ്രദ്ധ നേടിയതോടെ മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി താരതമ്യം ചെയ്യുമ്പോൾ നേതൃത്വശൈലിയിൽ വ്യക്തമായ മാറ്റം പ്രകടമാക്കിയതായി രാഷ്ട്രീയ നിരീക്ഷണം വ്യക്തമാകുന്നു. അതേസമയം സ്റ്റാമർ പരമ്പരാഗത മാധ്യമങ്ങളുടെ സ്വാധീനം അംഗീകരിച്ച് സ്ഥിരമായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു എന്നാണ് വിലയിരുത്തൽ.
പൊതുജനങ്ങളുമായി സ്വാഭാവികമായി ബന്ധപ്പെടുന്ന മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങാത്ത ശൈലിയാണ് ബേണം സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ തുറന്നു പറയുന്ന ചില ആശയങ്ങൾ പിന്നീട് നയമാറ്റമായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം അദ്ദേഹത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ആദായ നികുതി പരിധി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും രൂപം നൽകാത്ത ആശയങ്ങൾ തുറന്നു പറഞ്ഞ് വിമർശനങ്ങൾക്ക് വഴിവെച്ചു. മറുവശത്ത് സ്റ്റാമർ കൂടുതൽ നിയന്ത്രിതവും തിരക്കഥാപരവുമായ സമീപനം പിന്തുടർന്നിരുന്നു എങ്കിലും അത് ചിലപ്പോൾ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഭാവം സൃഷ്ടിച്ചിരുന്നുവെന്ന വിമർശനം ഉണ്ടായിരുന്നു. ജീവിത ചെലവ് കുറയ്ക്കുന്നതിനായി വൈദ്യുതി ബില്ലിലെ വാറ്റുകുറവ്, 2 പൗണ്ട് ബസ് നിരക്ക് പരിധി, പബ്ബുകൾക്ക് 20% ബിസിനസ് നിരക്ക് ഇളവ് തുടങ്ങിയവ വേഗത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ബേണമിന്റെ ആദ്യ വാരത്തെ ശ്രദ്ധേയമാക്കിയത്. ദീർഘകാല പരിഷ്കാരങ്ങൾക്ക് മുൻഗണന നൽകിയിരുന്ന സ്റ്റാമറുടെ സമീപനത്തിൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമാണ്. മാഞ്ചസ്റ്ററിൽ നമ്പർ 10 നോർത്ത് സ്ഥാപിച്ച അധികാരവും വിഭവങ്ങളും പ്രാദേശിക മേഖലയ്ക്ക് മാറ്റുമെന്ന് ബേണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അതോടൊപ്പം ശക്തമായ പുതിയ പ്രധാനമന്ത്രിയുടെ വകുപ്പും രൂപീകരിച്ചിട്ടുണ്ട്. ജനകീയ പ്രഖ്യാപനങ്ങളുടെ ഉടനടി സ്വാധീനം എത്ര കാലം നിലനിൽക്കും എന്നതാണ് ഇനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് മുന്നിലുള്ള പ്രധാന പരീക്ഷണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് എണ്ണവിലയും പണപ്പെരുപ്പവും ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ ശരത്കാല ബഡ്ജറ്റിൽ കടുത്ത സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പ്രമുഖ സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ചിന്റെ മുന്നറിയിപ്പ്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് എണ്ണവിലയും പണപ്പെരുപ്പവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യം തുടരുകയാണ് എങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ ശരത്കാല ബഡ്ജറ്റിൽ കടുത്ത സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ശക്തമാകുന്നു എന്ന് റിപ്പോർട്ട്. പുതിയ പ്രധാനമന്ത്രി ആന്റി ബേണം വളരെ ബുദ്ധിമുട്ടേറിയ സാമ്പത്തിക സാഹചര്യമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾ എത്രത്തോളം പ്രതിസന്ധി കൂട്ടുമെന്നതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇറാൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവിലയിൽ ഒരു ഘട്ടത്തിൽ ബാരലിന് $100 മുകളിലെത്തുകയും മാർച്ച് മുതൽ ഹോർമോസ് കടലിടുക്ക് ഗതാഗതത്തിന് ഗുരുതര തടസ്സം നേരിടുകയും ചെയ്ത സാഹചര്യത്തിൽ അടുത്ത 7 മാസത്തിനുള്ളിൽ ബ്രിട്ടനിലെ പണപ്പെരുപ്പം 1.8% ഉയരുമെന്നാണ് പ്രവചനം. ഇതോടെ ധനമന്ത്രി ജോൺ ഹാലി പൊതുസേവനങ്ങളും സാമൂഹ്യക്ഷേമ പദ്ധതികളും നിലവിലെ മൂല്യത്തിൽ നിലനിർത്താൻ അധികമായി 24 ബില്യൺ പൗണ്ട് കണ്ടെത്തേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഊർജ്ജവില വർധനയും മിഡിൽ ഈസ്റ്റ് സംഘർഷവും സൃഷ്ടിച്ച അനിശ്ചിതത്വവും ബ്രിട്ടീഷ് സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇംഗ്ലണ്ടിലെ ശരാശരി ആയുസ് റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും വടക്കൻ മേഖലകളിലും തെക്കൻ മേഖലകളിലും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ 10 വർഷത്തിനിടെ കൂടുതൽ വലുതായതായി കിങ്സ് ഫണ്ടിന്റെ റിപ്പോർട്ട്. 2025 പ്രാഥമിക കണക്കനുസരിച്ച് ഇംഗ്ലണ്ടിലെ പുരുഷന്മാർ ശരാശരി 80 വർഷവും സ്ത്രീകൾ ഏകദേശം 84 വർഷവും ജീവിക്കുന്നുവെങ്കിലും ഈ പുരോഗതിയുടെ ഭൂരിഭാഗവും ലണ്ടൻ ഉൾപ്പെടെയുള്ള തെക്കൻ മേഖലകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദ്രോഗം, ക്യാൻസർ, ആത്മഹത്യ, മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മരണങ്ങൾ എന്നിവ വടക്കൻ പ്രദേശങ്ങളിൽ കൂടുതലാണെന്ന് റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെ ശരാശരി ആയുസ് റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും 2025 പ്രാഥമിക കണക്കുകൾ അനുസരിച്ച് ഇംഗ്ലണ്ടിലെ പുരുഷന്മാർ ശരാശരി 80 വർഷവും സ്ത്രീകൾ ഏകദേശം 84 വർഷവും ജീവിക്കുന്നു എങ്കിലും വടക്കൻ മേഖലകളും തെക്കൻ മേഖലകളും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ 10 വർഷത്തിനിടെ കൂടുതൽ വലുതായതായി കിങ്സ് ഫണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. കോവിഡ് കാലത്ത് ആയുസ്സിൽ ഏറ്റവും വലിയ ഇടിവ് നേരിട്ടിട്ടും 2023-25 കാലയളവിൽ ലണ്ടനിലെ ശരാശരി ആയുസ് ഏകദേശം 1 വർഷം വർദ്ധിച്ചു. സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് മേഖലകൾ വർധനവ് രേഖപ്പെടുത്തി. എന്നാൽ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, യോർക്ക്ഷയർ ആൻഡ് ദി ഹംബർ, വെസ്റ്റ് മിഡ്ലാൻഡ്സ്, ഈസ്റ്റ് മിഡ്ലാൻഡ്സ് എന്നീ മേഖലകളിൽ വളരെ ചെറിയ വർധനവ് മാത്രമോ യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥയാണ്. ലണ്ടനിലെ ആളുകൾക്ക് നോർത്ത് ഈസ്റ്റിലുള്ളവരെക്കാൾ ശരാശരി 3 വർഷം കൂടുതൽ ജീവിക്കാനാകുമ്പോൾ ബ്ലാക്ക്പൂളിലെ പുരുഷന്മാരിൽ ആയുസ് ഹാംഷെയറിലെ ഹാർട്ടിനേക്കാൾ 10 വർഷം, സ്ത്രീകളുടേത് 8 വർഷവും കുറവാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ആരോഗ്യത്തോടെ ജീവിക്കുന്ന വർഷങ്ങളുടെ എണ്ണം ഇംഗ്ലണ്ടിന്റെ എല്ലാ മേഖലകളിലും കുറഞ്ഞതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആളുകൾ ഇപ്പോൾ ശരാശരി 2.5 വർഷത്തോളം അധികം മോശം ആരോഗ്യാവസ്ഥയിൽ കഴിയുന്നുവെന്നും ഏറ്റവും സമ്പന്നവും ഏറ്റവും ദരിദ്രവുമായ പ്രദേശങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായ ആയുസ് വ്യത്യാസം ചിലപ്പോൾ 20 വർഷം വരെ എത്തുന്നുവെന്നും കണ്ടെത്തി. ആരോഗ്യ അസമത്വം പകുതിയായി കുറയ്ക്കുമെന്ന സർക്കാരിന്റെ 10 വർഷത്തെ NHS ലക്ഷ്യം നിലവിലെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമല്ല എന്നും കിങ്സ് ഫണ്ടിന്റെ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു. ഫിഫ ലോകകപ്പ് ആവേശത്തിനിടെ ബ്രിട്ടനിൽ വ്യാപകമായി വിറ്റഴിച്ചിരുന്ന വ്യാജ ഫുട്ബോൾ ജേഴ്സികൾക്കെതിരെ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 2.2 ലക്ഷത്തിലധികം വ്യാജ ഷർട്ടുകൾ പിടിച്ചെടുത്തു. യഥാർത്ഥ വിപണി വില കണക്കാക്കുമ്പോൾ ഇവയുടെ മൂല്യം 1.85 കോടി പൗണ്ടിലേറെയാണെന്നും സിറ്റി ഓഫ് ലണ്ടൻ പോലീസ് വ്യക്തമാക്കി. 2026 ജനുവരി മുതൽ രാജ്യവ്യാപകമായി നടന്ന പരിശോധനയുടെ ഭാഗമായി 4 പേരെ അറസ്റ്റ് ചെയ്തതായി മറ്റു പോലീസ് സേനകൾ 2 പേരെ കൂടി പിടികൂടിയതായും അധികൃതർ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ആവേശത്തിനിടെ ബ്രിട്ടനിൽ വ്യാപകമായി വിറ്റഴിച്ചിരുന്ന
വ്യാജ ഫുട്ബോൾ ജേഴ്സികൾക്കെതിരെ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ യഥാർത്ഥ വിപണി വില കണക്കാക്കുമ്പോൾ 1.85 കോടി മൂല്യം വരുന്ന 2.2 ലക്ഷത്തിലധികം വ്യാജ ഷർട്ടുകൾ പിടിച്ചെടുത്തു. പോലീസിന്റെ ഭൗതിക സ്വത്തവകാശ കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നടപടികൾ പ്രധാനമായും ഓൺലൈൻ മാർക്കറ്റ് പ്ലാറ്റ്ഫോമുകൾ, ലൈവ് ഷോപ്പിംഗ് ആപ്പുകൾ, പരമ്പരാഗത വിപണികൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു. വ്യാജ ജേഴ്സികളുടെ വിൽപ്പന സംഘടിത കുറ്റകൃത്യ സംഘങ്ങൾക്ക് പ്രധാന വരുമാന സ്രോതസ്സായി മാറിയിട്ടുണ്ടെന്നും ഈ പണം മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഉൽപാദനം ഉപയോക്താക്കൾക്ക് അപകട സാധ്യത സൃഷ്ടിക്കുന്നതായി മുന്നറിയിപ്പുണ്ട്. വ്യാജ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ കുറഞ്ഞ വില, മോശം തുന്നൽ, നിലവാരമില്ലാത്ത തുണി, തെറ്റായ ലോഗോകൾ, കൈയെഴുത്ത് രേഖപ്പെടുത്തിയ കെയർ ലേബുകൾ തുടങ്ങിയവ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നു. ഔദ്യോഗിക ക്ലബ് സ്റ്റോറുകളിലോ അംഗീകൃത വിൽപ്പന കേന്ദ്രങ്ങളിലോ നിന്ന് മാത്രം ജേഴ്സികൾ വാങ്ങണമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ ഔദ്യോഗിക ജേഴ്സികളുടെ വില 90 പൗണ്ട് വരെ ഉയർന്നത് വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിപണി വളരാൻ കാരണമാകുന്നതായി വിലയിരുത്തപ്പെടുന്നു. UK-യിൽ 5G പേറ്റന്റ് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് നിർണായക നിയമവിജയം. 5G സാങ്കേതികവിദ്യയുടെ പേറ്റന്റ് ലൈസൻസ് തർക്കത്തിൽ ടെസ്ല നൽകിയ ഹർജി UK സുപ്രീം കോടതി സ്വീകരിച്ചു. ഇതോടെ കേസ് നേരത്തെ തള്ളിക്കളഞ്ഞ ഹൈക്കോടതിയുടെയും അപ്പീൽ കോടതിയുടെയും വിധികൾ സുപ്രീം കോടതി റദ്ദാക്കി. UK-യിൽ 5G പേറ്റന്റ് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ഇലോൺ മസ്കിന്റെ ടെസ്ല നൽകിയ ഹർജി UK സുപ്രീം കോടതി സ്വീകരിച്ചു. 2020 ടെസ്ല ഈ കേസ് ഫയൽ ചെയ്തത്. 5G സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പേറ്റന്റുകൾ ന്യായമായ ലൈസൻസ് നിരക്ക് കോടതി നിശ്ചയിക്കണമെന്നായിരുന്നു കമ്പനിയുടെ ആവശ്യം. അമേരിക്കൻ ടെക്നോളജി കമ്പനിയായ ഇന്റർ ഡിജിറ്റലിനും പ്രമുഖ പേറ്റന്റ് ലൈസൻസിംഗ് പ്ലാറ്റ്ഫോമായ അവാൻസിക്കുമെതിരെയായിരുന്നു ടെസ്ല ഹർജി നൽകിയത്. പേറ്റന്റ് ഉടമകൾ അവാൻസി പോലുള്ള ലൈസൻസിംഗ് പ്ലാറ്റ്ഫോമുകളുടെ ഭാഗമാണെന്നത് മാത്രം ന്യായമായ വ്യവസ്ഥകളിൽ ലൈസൻസ് നൽകേണ്ട ബാധ്യതയിൽ നിന്നും അവരെ ഒഴിവാക്കില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ സുപ്രധാന കണ്ടെത്തലാണ് ടെസ്ലയ്ക്ക് കരുത്തായി മാറിയത്. 2024 ഹൈക്കോടതി ടെസ്ലയുടെ ഹർജി തള്ളിയിരുന്നു. തുടർന്ന് നൽകിയ അപ്പീലും പരാജയപ്പെട്ടതോടെയാണ് കമ്പനി സുപ്രീം കോടതിയെ സമീപിച്ചത്. കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഡസ്ട്രി അസോസിയേഷനും മോഷൻ പിക്ചേഴ്സ് അസോസിയേഷനും ടെസ്ലയ്ക്ക് പിന്തുണയുമായി കേസിൽ കക്ഷി ചേർന്നിരുന്നു. സുപ്രീം കോടതി വിധിയോടെ കേസ് ഇനിയും വീണ്ടും ലണ്ടൻ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് മടങ്ങും. 5G വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ പേറ്റന്റ് ലൈസൻസിംഗ് സംബന്ധിച്ച ഭാവി നിയമ നടപടികളിൽ ഈ വിധി നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് നിയമ വിദഗ്ധരുടെ വിലയിരുത്തൽ. ടെസ്ല മാത്രമല്ല, മറ്റ് വാഹന നിർമ്മാതാക്കളും ആഗോള സാങ്കേതിക കമ്പനികളും ഈ കേസിന്റെ അന്തിമ വിധി വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൗദി അറേബ്യ സംയുക്ത ആക്രമണം. കിഴക്കൻ ഇറാഖിലെ ഭീകരരുടെ ഒട്ടേറെ ആയുധപ്പുരകളും സംഭരണ കേന്ദ്രങ്ങളും US-ന്റെയും സൗദിയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ നിർദ്ദേശപ്രകാരം ഇറാഖി സായുധ സംഘങ്ങൾ 72 മണിക്കൂറിനിടെ നടത്തിയ 30-ലേറെ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്നും പറഞ്ഞു. തുടർ ആക്രമണം വേണ്ടെങ്കിൽ IRGCയും അവരുടെ ഭീകര നിഴൽ സംഘങ്ങളും ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇറാഖി സായുധ സംഘങ്ങൾ അയച്ച ഡ്രോണുകൾ വെടിവെച്ചിട്ട് എന്ന് സൗദി വ്യക്തമാക്കി. സൗദിയുടെ കിഴക്കൻ മേഖലകളിലെ എണ്ണശാലകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സൗദിക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാഖി പ്രധാനമന്ത്രി അലി അൽ സൈദി അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ഇറാഖിന്റെ മണ്ണിൽ നിന്നുമുള്ള ഇത്തരം ആക്രമണം തടയാൻ വേണ്ട നടപടികൾ എടുക്കാൻ ഇറാഖി ഭരണകൂടത്തോട് സൗദി ആവശ്യപ്പെട്ടിരുന്നു. ഇറാനും US-ഉം അന്യോന്യം ആക്രമണം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകരുന്നു. ബുധനാഴ്ച രാവിലെ ജോർദാനിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണ് 5 ഡ്രോണുകൾ ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണം പരാജയപ്പെടുത്തിയത് എന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. മണിക്കൂറുകൾക്കകമാണ് ഇത്. ജോർദാനിലെ സെൻകോം ആസ്ഥാനവും മുവാഫക് സാൽപതി വ്യോമതാവളവും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കി. ഇറാനെ ആക്രമിക്കാൻ സൈന്യം സജ്ജരായിരിക്കുകയാണെന്നും സെൻകോം അറിയിച്ചു. ഇറാഖിലെ ഇറാൻ അനുകൂല സംഘങ്ങളും US സഖ്യസേനയും തമ്മിൽ പുതിയ പോർമുഖം തുറന്നതിന് സമാന്തരമായാണ് ഈ സംഭവം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച പരസ്പരം രൂക്ഷ ആക്രമണം നടത്തിയതിനു ശേഷം ഇരുകൂട്ടരും 3 ദിവസം മുമ്പാണ് സംഘർഷം അവസാനിപ്പിച്ചത്. അതിനിടെ അനുമതിയില്ലാതെ ഹോർമുസ് കടക്കാൻ ശ്രമിച്ച ഒരു ചരക്കുകപ്പൽ ബുധനാഴ്ച ആക്രമിച്ചെന്നും 3 തടഞ്ഞെന്നും IRGC വ്യക്തമാക്കി. മുന്നറിയിപ്പ് അവഗണിച്ച് ഹോർമുസിലെ ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ പോയതിനാലാണ് കപ്പൽ ആക്രമിച്ചതെന്നും ചൂണ്ടിക്കാട്ടി. ജോർദാനിലെ അമേരിക്കൻ താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയുമായി അമേരിക്കൻ സൈന്യം ഇറാനിൽ വ്യോമാക്രമണം നടത്തി. നയതന്ത്ര ചർച്ചകൾക്ക് അവസരം ഒരുക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞയാഴ്ച ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷമുള്ള ആദ്യ അമേരിക്കൻ ആക്രമണം കൂടിയാണിത്.
പശ്ചിമേഷ്യയിലെ US സൈന്യത്തിന് നേരെ ഇന്നലെ ഉണ്ടായ ഇറാന്റെ ആക്രമണ ശ്രമത്തിന് ശക്തമായ മറുപടിയാണ് ഈ വ്യോമാക്രമണങ്ങളെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. രാത്രി 8 മണിക്കാണ് ആക്രമണം ആരംഭിച്ചതെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്കകമാണ് ആക്രമണമുണ്ടായത്. ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നും അവർക്ക് കനത്ത പ്രഹരമായിരിക്കും ലഭിക്കുകയെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇത് ഞങ്ങളുടെ ഊഴമാണ് എന്ന് വ്യക്തമാക്കിയ ട്രംപ് ആക്രമണം നടത്തിയ വിവരം ഇറാൻ സമ്മതിച്ചത് വലിയ അബദ്ധമാണെന്നും കൂട്ടിച്ചേർത്തു. നേരത്തെ ബുധനാഴ്ച രാവിലെ ജോർദാനിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണം പരാജയപ്പെടുത്തി എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു മണിക്കൂറുകൾക്കകമായിരുന്നു ഇത്. ജോർദാനിലെ സെൻകോം ആസ്ഥാനവും മുവാഫക് സാൽഫത്ത് വ്യോമതാവളവും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.65 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.53 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.51 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.06 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ബാബറി മസ്ജിദ് തകർക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് ദേശവിരുദ്ധമല്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 2 ഭാരവാഹികളെ മുംബൈയിൽ നിന്നും നാടുകടത്താനുള്ള സിറ്റി പോലീസിന്റെ ഉത്തരവ് ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഫിറോസ് അബ്ദുൽ വഹാബ് ഖാൻ, മുഹമ്മദ് റഫി, ഗുലാം റസൂൽ അൻസാരി എന്നിവരെ നാടുകടത്താനുള്ള ഉത്തരവാണ് റദ്ദാക്കിയത്. പോലീസ് നടപടിയെ ഹർജിക്കാരുടെ മതം സ്വാധീനിച്ചെന്നാണ് തോന്നുന്നുവെന്ന് ജസ്റ്റിസ് മാധവ് ജംദാറിന്റെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 2025 ഡിസംബറിൽ മുംബൈ പോലീസ് ഇരുവരെയും 1 വർഷത്തേക്ക് മുംബൈയിൽ താമസിക്കുന്നതിന് വിലക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. വഖഫ് ബിൽ, സിമന്റ് ഗോഡൌണുകൾ മൂലമുണ്ടാകുന്ന വായു മലിനീകരണം, ബാബറി മസ്ജിദ് പ്രശ്നം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ പങ്കെടുത്തതിന് രജിസ്റ്റർ ചെയ്ത 3 FIRകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരും ഇതേ പ്രകടനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നും അവർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. FIRകളിൽ വ്യക്തികൾക്കോ പൊതുസ്വത്തിനോ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സൂചനയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മൗലികാവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നയാളുടെ ശരീരത്തിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട്. പ്രതിഷേധക്കാർക്കു നേരെ പെല്ലറ്റ് ഗണ്ണുകളും ഉപയോഗിച്ചിട്ടില്ല എന്ന സുരക്ഷാ ഏജൻസികളുടെയും കേന്ദ്ര സർക്കാരിന്റെയും വാദങ്ങൾ നിലനിൽക്കെയാണ് പരിക്കേറ്റ ഷെയ്ഖ് ഇർഷാൻ മൻസൂരിയുടെ ശരീരത്തിൽ നിന്നും ലോഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വിവരം പുറത്തുവരുന്നത്. ഡൽഹിയിലെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഷെയ്ഖ് മൻസൂരിയുടെ തലയിൽ നിന്നും കഴുത്തിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത്. ജൂലൈ 24-ന് ആശുപത്രിയിലെ ENT വിഭാഗം തയ്യാറാക്കിയ മെഡിക്കൽ ലീഗൽ കേസ് റിപ്പോർട്ടിലാണ് ഈ സുപ്രധാന വിവരങ്ങളുള്ളത്. പെല്ലറ്റ് ഗൺ പ്രയോഗത്തിനെതിരെ ഷെയ്ഖ് മൻസൂരി നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ ലോഹ പെല്ലറ്റുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നും പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഉപയോഗിച്ച് വെടിവെക്കുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു ഡൽഹി പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ മെറ്റാലിക് പെല്ലറ്റുകൾ ഡൽഹിയിലെ പ്രതിഷേധത്തിൽ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആശുപത്രി അധികൃതർ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പകർപ്പ് സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കൂടാതെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ലോഹഭാഗങ്ങൾ മൻസൂരിക്ക് കൈമാറാനും അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. വരും ദിവസങ്ങളിലും ഈ വിഷയം പാർലമെന്റ് ഉൾപ്പെടെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഏപ്രിൽ-ജൂൺ കാലയളവിൽ അദാനി എന്റർപ്രൈസസിന് 1160.23 കോടി രൂപയുടെ നഷ്ടം. മുൻവർഷം ഇതേ കാലയളവിൽ 85.23 കോടി രൂപയുടെ ലാഭമുണ്ടാക്കിയ സ്ഥാനത്താണ്. US ഓഫീസ് ഓഫ് ഫോറിൻ അസിസ്റ്റന്റ് കൺട്രോളിന് 2644.02 കോടി രൂപ ഒത്തുതീർപ്പിന്റെ ഭാഗമായി നൽകിയതാണ് ഇത്തവണ കമ്പനിക്ക് നഷ്ടം നേരിടാൻ ഇടയായത്. മെയ് 14-ന് OFACയുമായി ഒത്തുതീർപ്പിന് ധാരണയുണ്ടാക്കിയിരുന്നു. ഇതിനായി $27.5 കോടി നൽകേണ്ടി വന്നു. കമ്പനിയുടെ പ്രവർത്തന വരുമാനം 49.9% ഉയർന്ന് 32,923.98 കോടി രൂപയായിട്ടുണ്ട്. മുൻവർഷം ഇതേ കാലയളവിൽ 21,961.20 കോടി രൂപയായിരുന്നു ഇത്. നികുതിക്ക് മുൻപുള്ള ലാഭം മുൻവർഷത്തെ 1,466 കോടി രൂപയിൽ നിന്നും 1,295 കോടിയായി കുറഞ്ഞു. നവ ഊർജ്ജ വ്യവസായത്തിലും വിമാനത്താവള മേഖലയിലും കമ്പനിക്ക് ലാഭം കുറഞ്ഞിട്ടുണ്ട്. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി VD സതീശന് ക്ലീൻ ചീറ്റ്. VD സതീശനെതിരെ തെളിവില്ലെന്നും അന്വേഷണം അവസാനിപ്പിച്ചതായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്.
സതീശനെതിരെ വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ സർക്കാരാണ് നടത്തിയത്. എറണാകുളം ആസ്ഥാനമായ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം വഴിയാണ് പണം എത്തിയതെന്നും അതിൽ സതീശനെ പങ്കുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. LDF കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ ഒരുങ്ങിയിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻപും VD സതീശന് അനുകൂലമായി വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. സതീശനെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ലെന്നായിരുന്നു റിപ്പോർട്ട്. പുനർജനി പദ്ധതിയുടെ പണം VD സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. UK ആസ്ഥാനമായ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എഡ്സ് ട്രസ്റ്റ് എന്ന സംഘടനയാണ് വിവിധ വ്യക്തികളിൽ നിന്നും 22,500 പൗണ്ട് സമാഹരിച്ചത്. ഇത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ അക്കൗണ്ടിലേക്കാണ് വന്നിരുന്നത്. ഇതിൽ ഫെറ നിയമത്തിലെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നതിൽ CBI അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ച CBI സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് ഈപ്പനാണ് 1ാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിയായിട്ടില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി UAEയിലെ റെഡ് ക്രൻസുമായി ഒപ്പുവെച്ചത് പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും CBI വ്യക്തമാക്കി. PSC കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. SITക്ക് ലഭിച്ചത് 90 പരീക്ഷകൾ സംബന്ധിച്ച പരാതികൾ. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ കൂടുതൽ അന്വേഷണത്തിന് SIT തീരുമാനിച്ചു. PSC ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. ക്രമക്കേടിൽ പങ്കുള്ളവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചു. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയാകും ചോദ്യം ചെയ്യൽ. ആസൂത്രിത ഗൂഢാലോചന നടന്നു എന്ന കണ്ടെത്തലിലാണ് SIT എത്തി നിൽക്കുന്നത്. ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയതോടെയാണ് ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വന്നത്. എന്തുകൊണ്ട് 10 ചോദ്യങ്ങൾ ഒഴിവാക്കി എന്ന് SITയുടെ അന്വേഷണം ചെന്നെത്തിയത് ഞെട്ടിക്കുന്ന കണ്ടെത്തലിലാണ്. 1ാം റാങ്കുകാരൻ 10 ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റിക്കുകയോ എഴുതാതിരിക്കുകയോ ചെയ്തു. ഉത്തരങ്ങൾ 6 എണ്ണം തെറ്റിപ്പോയി, 4 എണ്ണം എഴുതിയില്ല. അതിനാൽ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്നാണ് കണ്ടെത്തൽ. 1ാം റാങ്ക് കിട്ടിയത് ഇടത് സംഘടന നേതാവിനാണ്. അതേസമയം പിന്നോക്ക വികസന കോർപ്പറേഷനിലെ പ്രൊജക്ട് അസിസ്റ്റന്റ് നിയമനത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന് SIT വിലയിരുത്തി. വിശദമായി പരിശോധിച്ച ശേഷമാണ് തീരുമാനം. KAS ഉൾപ്പെടെയുള്ള പരീക്ഷകൾ സംബന്ധിച്ച പരാതികൾ SIT അന്വേഷിക്കും. ഇനി സ്പോർട്സ്. ക്രിക്കറ്റിനോട് ബൈ പറഞ്ഞ അജിങ്ക്യ രഹാന. അദ്ദേഹം തന്നെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി 85 ടെസ്റ്റ് മത്സരങ്ങളും 90 ഏകദിനങ്ങളും 20 T20 മത്സരങ്ങളും അദ്ദേഹം കളിച്ചു. 38-കാരനായ രഹാന ഈ വർഷം നടന്ന IPLലാണ് അവസാനമായി കളിച്ചത്. അടുത്തിടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും 17 വർഷം നീണ്ടുനിന്ന തന്റെ കരിയറിന് ഒടുവിൽ അദ്ദേഹം തിരശ്ശീല ഇടുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ T20 മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങി 31 പന്തിൽ 69 റൺസ് അടിച്ചെടുത്താണ് രഹാന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ദിവസങ്ങൾക്കു ശേഷം ഡർഹാമിൽ നടന്ന ഏകദിനത്തിലും 44 പന്തിൽ 40 റൺസ് നേടി മികച്ച പ്രകടനം നടത്തി. എങ്കിലും ടെസ്റ്റ് ടീമിന്റെ അവസരം ലഭിക്കാൻ അദ്ദേഹത്തിന് 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 2013 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഡൽഹിയിൽ നടന്ന 4ാം ടെസ്റ്റിലായിരുന്നു അരങ്ങേറ്റം. എന്നാൽ ആ മത്സരത്തിൽ തിളങ്ങാനായില്ല. പിന്നീട് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നട്ടെല്ലായി മാറാൻ രഹാനയ്ക്ക് സാധിച്ചു. 85 ടെസ്റ്റുകളിൽ നിന്നും 5077 റൺസാണ് അദ്ദേഹം നേടിയത്. 90 ഏകദിനങ്ങളിൽ നിന്നും 2962 റൺസും നേടിയിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലായിരുന്നു രഹാന തന്റെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തത്. സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കലിന് ശേഷം ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, രഹാന എന്നിവരടങ്ങിയ പുതിയ ബാറ്റിംഗ് നിര ഇന്ത്യക്ക് മികച്ച കൂട്ടുകെട്ടായി മാറിയിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലായിരുന്നു രഹാനയുടെ തുടക്കം. ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, മെൽബൺ എന്നിവിടങ്ങൾ ഒരേ വർഷം നേടിയ ടെസ്റ്റ് സെഞ്ചുറികൾ അദ്ദേഹത്തെ മികച്ച ബാറ്ററാക്കി മാറ്റി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആന്റി ബേണമിന്റെ നേതൃത്വ ശൈലി സോഷ്യൽ മീഡിയ കേന്ദ്രീകൃതവും വേഗത്തിലുള്ള ജനകീയ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടതിനാൽ കെയർ സ്റ്റാർമറിൽ നിന്നും വ്യത്യസ്തമാകുന്നു. പരമ്പരാഗത മാധ്യമ അഭിമുഖങ്ങളെക്കാൾ സോഷ്യൽ മീഡിയയ്ക്ക് മുൻഗണന നൽകുന്ന ബേണം റെഡിറ്റ് ചോദ്യോത്തരങ്ങൾ, ടിക്ടോക്ക് താരങ്ങളുമായി പ്രത്യക്ഷപ്പെടലുകൾ, പൊതുജനങ്ങളുടെ എക്സ്പോസ്റ്റുകൾക്ക് നേരിട്ടുള്ള മറുപടികൾ എന്നിവയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. സ്റ്റാമർ പരമ്പരാഗത മാധ്യമങ്ങളെ സ്വാധീനം അംഗീകരിച്ച് സ്ഥിരമായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നുവെന്ന് വിലയിരുത്തൽ. ബ്രിട്ടീഷ് സർക്കാർ ബഡ്ജറ്റിൽ കടുത്ത സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പ്രമുഖ സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് എണ്ണവിലയും പണപ്പെരുപ്പവും ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും.
പൊതുസേവനങ്ങളും സാമൂഹ്യക്ഷേമ പദ്ധതികളും നിലവിലെ മൂല്യത്തിൽ നിലനിർത്താൻ ധനമന്ത്രി ജോൺ ഹാലി അധികമായി 24 ബില്യൺ പൗണ്ട് കണ്ടെത്തേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇംഗ്ലണ്ടിലെ ശരാശരി ആയുസ് റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും വടക്കൻ തെക്കൻ മേഖലകളിലെ ആരോഗ്യ അസമത്വം കൂടുതൽ രൂക്ഷമായതായി കിങ്സ് ഫണ്ട് റിപ്പോർട്ട്. ഹൃദ്രോഗം, ക്യാൻസർ, ആത്മഹത്യ, മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മരണങ്ങൾ എന്നിവ വടക്കൻ പ്രദേശങ്ങളിൽ വർദ്ധിക്കുന്നു. ആരോഗ്യ അസമത്വം പകുതിയായി കുറയ്ക്കുമെന്ന സർക്കാരിന്റെ 10 വർഷത്തെ NHS ലക്ഷ്യം നിലവിലെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമല്ലെന്ന് വിലയിരുത്തൽ. തൊഴിൽ സുരക്ഷ, ന്യായമായ വേതനം, ഭവനം, ശുദ്ധവായു, ഗതാഗതം, ആരോഗ്യകരമായ ഭക്ഷണം എന്നിവ മെച്ചപ്പെടുത്തുന്ന സമഗ്ര നടപടികളില്ലാതെ ഈ അസമത്വം കുറയ്ക്കാനാകില്ലെന്നും റിപ്പോർട്ടിലെ മുന്നറിയിപ്പ്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൗദി അറേബ്യ സംയുക്ത ആക്രമണം. കിഴക്കൻ ഇറാഖിലെ ഭീകരരുടെ ഒട്ടേറെ ആയുധപ്പുരകളും സംഭരണ കേന്ദ്രങ്ങളും US-ന്റെയും സൗദിയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചെന്ന് US സെൻട്രൽ കമാൻഡ്. IRGC നിർദ്ദേശപ്രകാരം ഇറാഖി സായുധ സംഘങ്ങൾ 72 മണിക്കൂറിനിടെ നടത്തിയ 30-ലേറെ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയെന്ന് US സെൻട്രൽ കമാൻഡ്. തുടർ ആക്രമണം വേണ്ടെങ്കിൽ IRGCയും അവരുടെ ഭീകര നിഴൽ സംഘങ്ങളും ആക്രമണം ഉടൻ അവസാനിപ്പിക്കാൻ താക്കീത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം. ജോർദാനിൽ ഇറാൻ വ്യോമാക്രമണം നടത്തി. ജോർദാൻ സൈന്യം 5 ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജോർദാനിലെ അമേരിക്കൻ താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ സൈന്യം ഇറാനിൽ വ്യോമാക്രമണം നടത്തി. നയതന്ത്ര ചർച്ചകൾക്ക് അവസരമൊരുക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷമുള്ള ആദ്യ അമേരിക്കൻ ആക്രമണം. SDPI നേതാക്കളുടെ നാടുകടത്തൽ ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഫിറോസ് അബ്ദുൽ വഹാബ് ഖാൻ, മുഹമ്മദ് റഫീ, ഗുലാൻ റസൂൽ അൻസാരി എന്നിവരെ നാടുകടത്താനുള്ള ഉത്തരവാണ് റദ്ദാക്കിയത്. FIR-കൾ വ്യക്തികൾക്കോ പൊതുസ്വത്തിനോ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സൂചനയില്ലെന്നും കോടതി. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മൗലികാവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ കഴിയില്ലെന്നും ബാബറി മസ്ജിദിനെ കുറിച്ച് പറയുന്നത് കുറ്റമല്ലെന്നും കോടതി. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ ലോഹ പെല്ലറ്റുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന ഡൽഹി പോലീസിന്റെ വാദം പൊളിയുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നയാളുടെ ശരീരത്തിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെടുത്തതായി റിപ്പോർട്ട്. പ്രതിഷേധക്കാർക്കു നേരെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന സുരക്ഷാ ഏജൻസികളുടെയും കേന്ദ്ര സർക്കാരിന്റെയും വാദങ്ങൾ നിലനിൽക്കെയാണ് പരിക്കേറ്റ ഷേഖ് ഇർഷാൻ മൻസൂരിയുടെ ശരീരത്തിൽ നിന്നും ലോഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി VD സതീശനെ ക്ലീൻ ചിറ്റ്. VD സതീശനെതിരെ തെളിവില്ലെന്നും അന്വേഷണം അവസാനിപ്പിച്ചതായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയെന്നും അതിനാൽ സതീശനെതിരെ നിലവിലെ സാഹചര്യത്തിൽ കേസില്ലെന്നും രമേശ് ചെന്നിത്തല. സതീശനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ. എറണാകുളം ആസ്ഥാനമായ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം വഴിയാണ് പണം എത്തിയതെന്നും എന്നാൽ അതിൽ സതീശന് പങ്കുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട്. PSC കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. SITക്ക് ലഭിച്ചത് 90 പരീക്ഷകൾ സംബന്ധിച്ച പരാതികൾ. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ കൂടുതൽ അന്വേഷണത്തിന് SIT തീരുമാനം. PSC ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. ക്രമക്കേടിൽ പങ്കുള്ളവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചുവെന്നും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തുമെന്നും SIT. ആസൂത്രിത ഗൂഢാലോചന നടന്നു എന്ന കണ്ടെത്തൽ SIT. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.